ഹലോ എവ്രിവൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് അടുത്ത 48 മണിക്കൂർ എങ്ങനെയായിരിക്കും പ്രേക്ഷകർക്ക്. സോ ലെറ്റ് സ്റ്റാർട്ട്. അടുത്ത 48 മണിക്കൂർ പ്രേക്ഷകർക്ക് ഒരു മെസ്മറൈസിങ് ഈവൻ്റ് ആണ്. ഒരു സഡൻ ചേഞ്ച് ആണ് വരുന്നത്. നിങ്ങൾക്ക് പെട്ടെന്നുള്ള ഒരു സക്സസ് ആണ്. സക്സസ് എവിടെ പ്രേക്ഷകർ വിചാരിച്ചിരുന്നില്ല, പെട്ടെന്നുള്ള ഒരു സഡൻ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു സഡൻ ചേഞ്ച്, ഈ സഡൻ സക്സസ് നിങ്ങളെ കൺഫ്യൂഷൻ സ്റ്റേറ്റിലാക്കുകയാണ്. ഓക്കെ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പെട്ടെന്ന് ഒരു സഡൻ ചേഞ്ച് വന്നു, അല്ലെങ്കിൽ സഡൻ സക്സസ് വന്നു? അത് ഒരു ഇൻ്റർവ്യൂ കോൾ ആകാം, അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആകാം, പെട്ടെന്ന് കിട്ടുന്ന ഒരു എമൗണ്ട് ആകാം, ഓക്കെ, പെട്ടെന്ന് വരുന്ന ക്ലയൻസ് ആകാം. സോ ഈ ഒരു പെട്ടെന്നുള്ള ഈ സഡൻ ചേഞ്ച് നിങ്ങളെ കൺഫ്യൂഷൻ സ്റ്റേറ്റിലാക്കുകയാണ്. ആൻഡ് ഈ ഒരു സഡൻ ചേഞ്ച് നിങ്ങൾക്ക് വന്നത് തന്നെ കാരണം നിങ്ങളിലേറെ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഓക്കെ, പ്രയോറിറ്റൈസേഷനാണ് ഇവിടെ എപ്പോഴും വരുന്നത്. നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷസ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നോട്ട് നെസസറി മറ്റാൾക്കാർക്കെതിരെ നിങ്ങൾ പോയിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷേ നിങ്ങളുടെ വിഷസ്, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. അത് മാനിഫെസ്റ്റേഷൻ ടെക്നീക്കായിരിക്കാം, അഫർമേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടാകാം, ഏറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ സഡൻ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വരുന്നത്. ഈ ഒരു സഡൻ ചേഞ്ച്, ഈ പെട്ടെന്ന് വന്ന ഒരു സക്സസ്, ഈ സക്സസ് ചിലർക്ക് ഫെയിമാണ്. ഓക്കെ, ചിലർക്ക് ചില ആൾക്കാർ നിങ്ങളെ പുകഴ്ത്തുന്നതാണ്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി നല്ലത് പറയുന്നത്, ചില പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നത്. ഓക്കെ, ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി നിൽക്കാത്ത ആൾക്കാർ പോലും നിങ്ങൾക്ക് വേണ്ടി ആൾക്കാർക്കെതിരെ പറയുന്നത്. ഓക്കെ, ആൻഡ് ചിലർക്ക് പണമാണ്. ഓക്കെ, സഡൻ വരുന്ന എമൗണ്ട്, ക്രെഡിറ്റ് ആകുന്ന ഒരു എമൗണ്ട്. ആൻഡ് ഈ ഒരു സംഭവം പ്രേക്ഷകരുടെ ജീവിതത്തിൽ ഈ 48 മണിക്കൂറിൽ നടക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങളിൽ ഒരു ഉണർവ് വരുന്നുണ്ട്. ഓക്കെ, ഒരു ഹോപ്പ് വരുന്നുണ്ട്. ഓക്കെ, എനിക്കും എന്തെങ്കിലും എൻ്റെ ലൈഫിൽ ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഈ ഒരു കാര്യം എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം, ധൈര്യം പ്രേക്ഷകർക്ക് കൂടുകയാണ്. ഈ ഒരു ആത്മവിശ്വാസം, ധൈര്യം പ്രേക്ഷകരുടെ സമ്പത്താണ് കൂട്ടുന്നത്, പ്രേക്ഷകരുടെ ഉണർവ്, പ്രേക്ഷകരുടെ കരിയറിൽ വലിയൊരു സക്സസ്. ഓക്കെ, പ്രേക്ഷകർ എന്തും ചെയ്തോട്ടെ, നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങൾ 1 രൂപയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് 10 രൂപ കിട്ടും. ഓക്കെ, അങ്ങനത്തെ ഒരു എൻലാർജ്മെൻറ്റ്, ദാറ്റ് ഈസ് ഒരു ഭാഗ്യം കൂടുകയാണ് പ്രേക്ഷകർക്ക്. ഓക്കെ, സൺ കാർഡാണ്. സോ എന്ത് ചെയ്താലും അത് വിജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ പറ്റും എന്നതും ഇവിടെ വ്യക്തമാണ്. സോ ഗോൾഡൻ സൺറൈസ് നിങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിലോ, സൂര്യ മന്ത്ര ചൊല്ലുന്നുണ്ടെങ്കിലോ, രാവിലെ എണീച്ച് സൂര്യ ഭഗവാന് വെള്ളം സമർപ്പിക്കുന്നുണ്ടെങ്കിലോ, ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് വളരെ നല്ല ഇഫക്റ്റാണ് നൽകുന്നത്. ചില പ്രേക്ഷകർക്ക് ഡിവൈൻ പാർട്ട്ണർഷിപ്പാണ്. സിംഗിൾസ്, നിങ്ങൾ മാരേജിന് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാരേജ് പാർട്ട്ണർ, ഓക്കെ, കമ്മിറ്റഡ് പാർട്ട്ണർ ലഭിക്കുകയാണ്. ചില പ്രേക്ഷകർക്ക് ബിസിനസ്സിൽ വരുന്ന പാർട്ട്ണറാണ്. ഓക്കെ, ചില പ്രേക്ഷകർക്ക് നല്ലൊരു ഫ്രണ്ട്, നിങ്ങൾ ഏറെ നാളായി ഫ്രണ്ട്സ് നോക്കുന്നുണ്ട്, നല്ലൊരു ഫ്രണ്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ആൻഡ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ക്വീൻ ഓഫ് സ്വേർഡ്സ് ആണ്. വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കാനും വളരെ വ്യക്തമായി സംസാരിക്കാനും പഠിക്കുകയാണ് പ്രേക്ഷകർ. ഓക്കെ, കാരണം നേരത്തെ എവിടെ നിങ്ങൾ വളരെ കെയർ ഫ്രീ ആയിട്ട് സംസാരിക്കുമായിരുന്നു, കെയർ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു, അവിടെ മാറ്റങ്ങളാണ് വരുന്നത്. സോ ഇനിയും നിങ്ങൾ എന്തൊരു കാര്യം പറയുമെങ്കിലും ആ സംഭവം, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, അതിനെ നന്നായി ആലോചിച്ച് അത് എത്രത്തോളം ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആ ഒരു സമയത്ത് ശരിയാകും എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടേ നിങ്ങൾ സംസാരിക്കുകയുള്ളൂ. ഡിവൈൻ ലവിൻ്റെ കപ്പാണ് നിങ്ങൾക്ക് വരുന്നത്. പ്രേക്ഷകർ എന്ത് ആഗ്രഹിച്ചിരുന്നു, അത് എങ്ങനെ ചെയ്യണം, അതിൻ്റെ ഡൗൺലോഡ്സാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, സോ ഏതൊരു കാര്യത്തിന് ഇത്രയും നാളുകൊണ്ടൊരു സൊല്യൂഷൻ ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആ സൊല്യൂഷനാണ് 48 മണിക്കൂറിനുള്ളിൽ പ്രേക്ഷകർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ജസ്റ്റിസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. സോ
ആരെങ്കിലും നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ റോങ് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, either അവർ തെറ്റാണ് എന്ന് തെളിയിക്കപ്പെടുന്നതാണ്, ഓർ എൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ പ്രത്യേകിച്ചും ഉയർച്ച വരുന്നതാണ്. ഓക്കെ, സോ അവിടെ നോക്കുക, ജസ്റ്റിസ് എന്ന് പറയുന്നത് എപ്പോഴും ആരെന്ത് നമ്മളോട് ചെയ്തു അത് തന്നെ അവരുടെ കൂടെ നടക്കണം എന്നില്ല. പക്ഷെ അതിന് പകരമായിട്ട് എവിടെയാണോ നമ്മൾ താന്ന് നിൽക്കുന്നത് അവിടെ ഉയർച്ച നമുക്ക് വരുന്നതാണ് പലപ്പോഴും ജസ്റ്റിസ് ആയിട്ട് വരുന്നത്. സോ ഇവിടെയും അതാണ് കാണിക്കുന്നത്. ആൻഡ് ഗോൾഡ് കാണിക്കുന്നുണ്ട്. സോ ഗോൾഡ് റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മറ്റാൾക്കാർ ഗോൾഡിനെ ചൊല്ലിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്കെതിരെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ തെളിയുന്നതാണ്. പ്രേക്ഷകർക്ക് ഒരു ജേർണി വരുന്നുണ്ട്, ഒരു ട്രാവൽ വരുന്നുണ്ട്. പ്രത്യേകിച്ചും എയർ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിച്ച പ്രേക്ഷകർക്ക് എയർ ട്രാവൽ വരുന്നുണ്ട്. സോ മൈറ്റ് ബി നിങ്ങൾക്ക് സഡൻലി പെട്ടെന്ന് മറ്റൊരു സ്ഥലത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നേക്കാം, ഓർ ബൈ റോഡും ആകാം. ഓക്കെ, പക്ഷേ എയർ ട്രാവലാണ് പ്രത്യേകിച്ചും വരുന്നത്. എയർ ട്രാവൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കുമല്ല, റെസിനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. എഗെയിൻ വിക്ടറി ആൻഡ് സക്സസിൻ്റെ കാർഡാണ്. ഈ ഒരു വിക്ടറി ആൻഡ് സക്സസ് ചില പ്രേക്ഷകർക്ക് 6 വർഷം കഴിഞ്ഞ് വരുന്ന ഒരു വിക്ടറിയാണ്. ഓക്കെ, മൈറ്റ് ബി നിങ്ങൾ 6 വർഷം കൊണ്ട് ഏതോ ഒരു കാര്യത്തിന് ഏറെ ഹാർഡ് വർക്ക് ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ന്യായം ലഭിച്ചിട്ടില്ലായിരിക്കാം. ബട്ട് നൗ നിങ്ങൾക്ക് അതിൻ്റെ സക്സസ് 100% അതിൻ്റെ സക്സസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് വേണം എന്നതും പറയുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ബിക്കോസ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സക്സസ് കിട്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി സക്സസ് കിട്ടുന്നുണ്ട്, അതിൻ്റെ അർത്ഥം പേഷ്യൻസ് വെക്കരുത്, പെട്ടെന്ന് കാര്യങ്ങൾ നടത്തണം എന്നതല്ല. ഇവിടെ പറയുന്നത് എത്ര പേഷ്യൻസ് വെക്കാൻ പറ്റുന്നോ അത്രയും നിങ്ങൾക്ക് ഗുണം ആണ്. അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ. ഓക്കെ, പ്ലാൻ ചെയ്യൂ. ഓക്കെ, എന്ത് നിങ്ങൾക്ക് ചെയ്യണം, എങ്ങനെ ചെയ്തെടുക്കണം, അതിന് പ്ലാനിങ് ചെയ്യൂ എന്നതാണ് പറയുന്നത്. നിങ്ങളുടെ ഹാർട്ട് ബ്രേക്ക് അതിനെ ഹീൽ ചെയ്യപ്പെടുകയാണ്. ഓക്കെ, നിങ്ങൾക്കുണ്ടായ ഹാർട്ട് ബ്രേക്കിനെ ഈ ഒരു സക്സസ് കൊണ്ടാണ് ഹീൽ ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും സന്തോഷം കൊണ്ടുവരും ദാറ്റ് നിങ്ങൾക്കുണ്ടായ വേദനകൾ അല്ലെങ്കിൽ ആ മുറിവുകൾ, ഓക്കെ, ഇമോഷണൽ വൂൺസ്, അത് ഹീലായി തുടങ്ങുന്നതാണ്. ഇനിയും ആഫർമേഷൻസ് ആണ്. ഫസ്റ്റ് ആഫർമേഷൻ, ഐ ആം നോട്ട് ദ വിക്ടിം, ഐ ആം ദ ലൈറ്റ് ഹൗസ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങൾ നടന്നു, നിങ്ങൾക്കേറെ അനുഭവിക്കേണ്ടി വന്നു, പക്ഷേ നിങ്ങൾ വിക്ടിം അല്ല. ഓക്കെ, അതിലൂടെ നിങ്ങൾ ഉയർച്ചയിലെത്തിയ ആൾക്കാരാണ്. സോ നിങ്ങൾ ലൈറ്റ് ഹൗസ് ആണ്. ഐ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് ബിക്കോസ് ദ വേൾഡ് നീഡ്സ് മൈ ലൈറ്റ്. കോൺഫിഡൻസ് വെക്കൂ. ഡിവൈൻ ഷൈൻ എന്ന സ്വിച്ച് ഫ്രേസ് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ക്രിസ്റ്റൽ ഹോഴ്സ് എന്ന സ്വിച്ച് ഫ്രേസ് പറയാം. ഓക്കെ, എന്ത് സംസാരിക്കുന്നോ കോൺഫിഡൻസിൽ സംസാരിക്കൂ. ഡിസോൾവ് ഓൾ ബൗണ്ടറീസ് വിത്ത് ലവ്. ഓക്കെ, എന്ത് കാര്യം ചെയ്യുന്നോ വിത്ത് ലവ് ചെയ്യൂ. നിങ്ങളുടെ ശത്രുക്കൾ വന്ന് നിങ്ങളോട് എന്തെങ്കിലും വഴിക്കിടുന്നു, നിങ്ങൾ സമാധാനത്തെ മിണ്ടാതിരിക്കൂ, സ്നേഹം കൊടുക്കൂ. ഗോഡ് ബ്ലെസ് ദം. ഓക്കെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്ത് കാര്യം ചെയ്യണം അതിൽ എഗ്രഷൻ കൊണ്ടുവരുത്, അതാണ് മെയിനായിട്ട്. ഓക്കെ, സോ എഗ്രസീവ്നെസ് മാറ്റിവെക്കൂ. സ്നേഹത്തോടെ എന്ത് കാര്യവും ചെയ്യൂ. ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ ബ്രേക്ക് എടുക്കൂ. എപ്പോൾ ചെയ്യാൻ തോന്നുന്നോ അന്നേരം ചെയ്യൂ. ഓക്കെ, സോ ഇതാണ് അടുത്ത 48 മണിക്കൂറിൽ പ്രേക്ഷകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എല്ലാം സംഭവിക്കില്ല, ഇത് ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിംഗ്സ് ബുക്ക് ചെയ്യേണ്ട പ്രേക്ഷകർക്കും ആൻഡ് സെയിൽസ് ടീമിൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്, മെസ്സേജ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.